ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം തൻ്റെ സഹോദരനായ ഉത്തമനെ വധിച്ച യക്ഷനോട് പ്രതികാരം ചെയ്യാൻ യക്ഷലോകത്തേക്ക് തന്നെ പോയ ധ്രുവൻ അവരുമായി യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി 11, 12 ശ്ലോകങ്ങളിലായിട്ട് ഈ യക്ഷന്മാർ തിരിച്ചടിച്ചതിനെ കുറിച്ച് പറയുന്നു. തതഃ പരിഘ നിസ്ത്രിംശൈഃ പ്രാസശൂലപരശ്വധൈഃ ശക്തിഋഷ്ടിഭിഃ ഭുശുണ്ഡീഭിഃ ചിത്രവാജൈഃ. ശക്തിഋഷ്ടിഭിർഭുശുണ്ഡീഭിശ്ചിത്രവാജൈഃ ശരൈരപി. 12ാമത്തെ ശ്ലോകം. അഭ്യവർഷൻ പ്രകുപിതാഃ സരഥം സഹസാരഥിം ഇച്ഛന്തഃ തത് പ്രതീകർത്തും അയുതാനി 13. തതഃ അനന്തരം, അതായത് ധ്രുവന്റെ നേർക്ക് അവർ ആദ്യം അമ്പയച്ചു. അതിനുശേഷം 13 അയുതാനി. ത്രയോദശ എന്നാൽ 13, അയുതം 10,000. അപ്പോൾ 13 ഗുണിതം 10,000 എന്ന് വെച്ചാൽ 1,30,000 യക്ഷന്മാർ തത് പ്രതീകർത്തും അതിനെ തിരിച്ചടിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രകുപിതാഹ ക്രുദ്ധന്മാരായിട്ട് പരിഘം ഇരുമ്പ് ദണ്ടുകൾ, നിസ്ത്രിംശം വാളുകൾ ഇവയെ കൊണ്ടും, പ്രാസം കുന്തം, ശൂലം തന്നെ, പരശ്വതം എന്ന് വെച്ചാൽ വെൺമഴു, ഇങ്ങനെ പരശ്വതൈഹി ഇവയെ കൊണ്ടും, ശക്തി ഋഷ്ടിഭിഹി ശക്തി എന്ന വേലിനെ കൊണ്ടും, ഋഷ്ടിഭി എന്നാൽ ഈട്ടി കൊണ്ടും, വലിയ മരത്തടി ഇവയെ കൊണ്ടും, ഭുശുണ്ഡിഭിഹി ഭുശുണ്ഡി എന്നതും ഒരു പ്രത്യേക തരത്തിലുള്ള ആയുധമാണ്. പിന്നെ ചിത്രവാജൈഹി വർണ്ണശബളിതങ്ങളായ തൂവലുകൾ കെട്ടിയ ശരൈഹി അപി. ഈ അമ്പിന്റെ വാൽ ഭാഗത്ത് തൂവലുകൾ കെട്ടിയിട്ടുണ്ടാകും. അതാണ് വർണ്ണശബളിതങ്ങളായ തൂവലുകൾ. അങ്ങനെ കെട്ടിയ അമ്പുകൾ കൊണ്ടും, രഥത്തോടുകൂടി, സഹസാരഥിം സാരഥിയോടുകൂടെ ഒക്കെ വന്ന ആ ധ്രുവന്റെ നേർക്ക് അഭ്യവർഷൻ തുരുതുരെ വർഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യക്ഷന്മാരും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവരും ഇരുമ്പുദണ്ട്, വാള്, കുന്തം, ശൂലം തുടങ്ങിയ ആയുധങ്ങളെ കൊണ്ട് ധ്രുവനെയും സാരഥിയെയും ആക്രമിച്ചു. തദ പരിഘ നിസ്ത്രിംശൈ പ്രാസശൂലപരശ്വധൈഃ ശക്തൃഷ്ടിഭിർഭുശുണ്ഡീഭിശ്ചിത്രവാജൈ ശരൈരപി. അഭ്യവർഷൻ പ്രകുപിതാ സരഥം സഹസാരഥിം ഇച്ഛന്തസ്തത് പ്രതീകർത്തുമയുതാനി 13. 13ാമത്തെ ശ്ലോകം. ഔത്താനപാതി സഹ തഥാ ശസ്ത്രവർഷേണ ഭൂരിണ ന ഉപാദൃശ്യത ഛന്ന ആസാരേണ യഥാ ഗിരിഹി. തഥാ അപ്പോൾ ഈ യക്ഷന്മാരുടെ ആക്രമണത്തിൽ ഔത്താനപാതിഹി ഉത്താനപാദപുത്രനായ സഹ ധ്രുവൻ ഭൂരിണ വർദ്ധിച്ച ശസ്ത്രവർഷേണ ആയുധവർഷത്താൽ ഛന്നഹ ആകെ മൂടപ്പെട്ടു. പിന്നീട് ധ്രുവനെ കാണുന്നില്ല എന്നാണ്. ആയുധങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇത് ഏതുപോലെ? ആസാരേണ കോരിച്ചൊരിയുന്ന മഴയിൽ ഗിരിഹി യഥാ എങ്ങനെയാണോ ഒരു മല കാണാതെ ആവുന്നത്, ന ഉപാദൃശ്യത അതുപോലെ ധ്രുവനെ കാണുന്നില്ല. ചുറ്റിലും ആയുധങ്ങൾ, പല വിധത്തിലുള്ള ആയുധങ്ങളാണ്. ഔത്താനപാതി സ തദാ ശസ്ത്രവർഷേണ ഭൂരിണ
न उपादृश्यत छन्न आसारेण यथा गिरि. 14 ശ്ലോകം. हाहाकारः तदा एव आसीत्, हाहाकारस्तदैवासीत् सिद्धानां दिवि पश्यतां, हतः अयं हतोऽयं मानवः सूर्यः मग्नः പുണ്യജനാർണവേ. അപ്പോൾ ഇതൊക്കെ ആകാശത്ത് നിന്ന് ദേവന്മാർ നോക്കി കാണുന്നുണ്ട്. അങ്ങനെ ദിവി പശ്യതാം, ആകാശത്ത് നിന്ന് ഈ യുദ്ധം നോക്കി നിന്നിരുന്ന സിദ്ധാനാം, സിദ്ധഗണങ്ങളുടെയും ആ ദേവന്മാരുടെയും ഒക്കെ ഹാഹാകാരഹ, അയ്യോ ഇതെന്താണിത് എന്ന ആർത്തനാദം തഥാ ഏവ ആസീത്, അപ്പോൾ തന്നെ അവിടെ ഉണ്ടായി. എന്നിട്ട് അവരൊക്കെ വളരെ നിരാശയോടെ പറയുകയാണ്, ഹതഹ, അയ്യോ ആകെ കാര്യങ്ങൾ കൈവിട്ടുപോയല്ലോ. മാനവഹ, മനുവംശജനായ അയം സൂര്യഹ, സൂര്യനെ പോലെ, അതായത് മനുവംശത്തിലെ ഇപ്പോഴത്തെ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ആ ധ്രുവൻ പുണ്യജനാർണവേ, പുണ്യജനങ്ങൾ എന്നാൽ യക്ഷന്മാർ, യക്ഷന്മാരാകുന്ന അർണവത്തിൽ, കടലിൽ മഗ്നഹ, മുങ്ങിപ്പോയല്ലോ, ഇനി രക്ഷയില്ല എന്ന് അവരൊക്കെ നിരാശയോടെ ഹാഹാകാരം മുഴക്കുകയാണ്. हाहाकारस्तदैवासीत् सिद्धानां दिवि पश्यतां, हतोऽयं मानवः सूर्यो मग्न पुण्यजनार्णवे. 15 ശ്ലോകം. നദത്സു യാതുധാനേഷു ജയകാശിഷു അധോ, ജയകാശിഷ്വധോ മൃധേ ഉതതിഷ്ഠത് രഥഃ തസ്യ, ഉദതിഷ്ഠത് രഥസ്തസ്യ നീഹാരാത് ഇവ, നീഹാരാദിവ ഭാസ്കരഃ. എന്നാൽ അധോ, അല്പം കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു, നിരാശരായിട്ട് ഇവരൊക്കെ ഹാഹാകാരം മുഴക്കി ധ്രുവന്റെ കാര്യം കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ചുവെങ്കിലും ആ മൃധേ, യുദ്ധത്തിൽ ഇതേപോലെ ഈ യക്ഷന്മാരും കരുതി തങ്ങൾ ജയിച്ചു. ജയകാശിഷു, ജയിച്ചു എന്ന് വീമ്പ് കാട്ടി, യാതുധാനേഷു, അവരങ്ങനെ ആ രക്ഷസുകൾ നദത്സു, ആർപ്പുവിളി കൂട്ടിക്കൊണ്ടിരിക്കെ പെട്ടെന്നതാ തസ്യ രഥഃ, ആ ധ്രുവന്റെ തേർ ഏതുപോലെ പുറത്തേക്ക് വന്നു. നീഹാരാത്, മൂടൽമഞ്ഞിൽ പെട്ടിരുന്ന ആ സൂര്യൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നതുപോലെ, നീഹാരാത് ഭാസ്കരഃ ഇവ, പുറത്തേക്ക് വന്ന സൂര്യനെ പോലെ ധ്രുവന്റെ ആ രഥം, ധ്രുവനും രഥവും ഉദതിഷ്ഠത്, ആ ആയുധക്കൂട്ടത്തിനിടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദേവന്മാർ പോലും എല്ലാം കഴിഞ്ഞു എന്ന് കരുതി, അതേപോലെ തന്നെ യക്ഷന്മാരും തങ്ങൾ ജയിച്ചു എന്നൊക്കെ കരുതി. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം മഞ്ഞിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് വരുന്നത് പോലെ ധ്രുവന്റെ തേർ സൂര്യബിംബം പോലെ പുറത്തേക്ക് വന്നു. നദത്സു യാതുധാനേഷു ജയകാശിഷ്വധോ മൃധേ ഉദതിഷ്ഠത് രഥസ്തസ്യ നീഹാരാദിവ ഭാസ്കര. 16 ശ്ലോകം. ധനുഹു വിസ്ഫൂർജയൻ, ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷതാം ഖേദം ഉദ്വഹൻ, ഖേദമുദ്വഹൻ അസ്ത്രൗഘം വ്യഥമത് ബാണൈഃ ഘനാനീകം ഇവ അനിലഃ, വ്യഥമത് ബാണൈർഘനാനീകമിവ അനിലഃ. ദിവ്യം ധനുഹു, തൻ്റെ ദിവ്യമായ വില്ലിനെ, വിസ്ഫൂർജയൻ, ഏവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഞാണൊലിയാൽ ഘോഷിപ്പിച്ചുകൊണ്ടും, ദ്വിഷതാം, ശത്രുക്കൾക്ക് ഖേദം, താപത്തെ, ഉദ്വഹൻ, ഉളവാക്കിക്കൊണ്ടും, അസ്ത്രൗഘം, അവർ തൻ്റെ നേർക്കയച്ച ആ ശരനിരയെ, അവിടെയും ഒരു ഉപമ പറയുന്നു, അനിലഹ, കാറ്റു വന്നിട്ട് മൂടിക്കെട്ടിയ ആ കാർമേഘങ്ങളെ, ഘനാനീകം, കാർമേഘങ്ങളെ ഇവ ഒക്കെ എങ്ങനെയാണോ തട്ടിത്തെറിപ്പിക്കുന്നത്, കാറ്റു വന്ന് മേഘങ്ങളെയൊക്കെ ചിന്നിച്ചിതറിക്കുന്നത് പോലെ ധ്രുവൻ തൻ്റെ ബാണൈഹി, സ്വശരങ്ങളാൽ ഇവരുടെ
ഇവർ തന്റെ നേർക്കയച്ച എല്ലാ ആയുധങ്ങളെയും വ്യഥമത് ചിന്നിച്ചിതറിച്ചു. അപ്പോൾ കാറ്റ് വന്നിട്ട് കൂട്ടമായി നിന്ന കാർമേഘങ്ങളെ ചിന്നിച്ചിതറിപ്പിച്ച് പല വഴിക്ക് വിടുന്നത് പോലെ ധ്രുവൻ തൻ്റെ ശരങ്ങളെ കൊണ്ട് ഈ യക്ഷന്മാർ തൻ്റെ നേർക്കയച്ച എല്ലാ ആയുധങ്ങളെയും പല വഴിക്കാക്കി മാറ്റി. ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം യഥമദ്വാളേർഘനാനേകമിവാനില. 17ാമത്തെ ശ്ലോകം. തസ്യത്തെ ചാപനിർമുക്ത ഭിത്വാ വർമാണി രക്ഷസാം കായാൻ ആവിവിശുഹു തിഗ്മാ കായാൻ ആവിവിശുസ്തിഗ്മാ ഗിരീൻ അശനയഃ ഗിരീൻ അശനയോ യഥാ. തസ്യ ആ ധ്രുവന്റെ ചാപനിർമുക്താഹ വില്ലിൽ നിന്ന് പുറത്തേക്ക് വന്ന തേ ആ തിഗ്മാഹ കൂർത്തുമൂർത്ത ശരങ്ങൾ അശനയഃ ഗിരീൻ. അശനയഃ എന്നാൽ അശനിപാതം, ഇടിവാളുകൾ. ഗിരീൻ മലകളെ എങ്ങനെയാണോ യഥാ ഏതുപോലെയാണോ തകർത്തെറിയുന്നത് അതുപോലെ രക്ഷസാം വർമാണി ഈ രക്ഷസ്സുകളുടെ വർമ്മം എന്നാൽ കവചം, മാർച്ചട്ടകൾ, അതിനെ പോലും ഭിത്വ കീറി മുറിച്ചിട്ട് കായാൻ അവരുടെ ശരീരങ്ങളിലേക്ക് ആവിവിശുഹു ആഞ്ഞു കയറി. ആ പടച്ചട്ടകളെ പോലും മുറിവേൽപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് ധ്രുവനയച്ച ശരം അവരുടെ ശരീരങ്ങളെ, ഈ യക്ഷന്മാരുടെ ശരീരങ്ങളെയെല്ലാം കീറി മുറിച്ചു എന്ന് പറയുകയാണ്. തസ്യ തേ ചാപനിർമുക്താ ഭിത്വാ വർമാണി രക്ഷസാ കായാനാവിവിശുസ്തിഗ്മാ ഗിരീനശനയോ യഥാ. 18-19 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. ഭല്ലൈഹി സംഛിദ്യമാനാനാം ശിരോഭിഹി ചാരുകുണ്ടലൈഹി ഊരുഭിഹി ഹേമതാലാഭൈഹി ദോർഭിഹി വലയ വൽഗുഭിഹി. ഊരുഭിർഹേമതാലാഭൈർദോർഭിർവലയ വൽഗുഭിഹി. 19 ഹാരകേയൂരമുകുടൈഹി ഉഷ്ണീഷൈശ്ച ഹാരകേയൂരമുകുടൈരുഷ്ണീഷൈശ്ച മഹാധനൈഹി ആസ്ത്രിതാഹ താഹ രണഭുവഃ ആസ്ത്രിതാസ്താ രണഭുവോ രേജുഹു വീരമനോഹരാഹ രേജുർവീരമനോഹരാഹ. ഭല്ലം എന്നത് അർദ്ധചന്ദ്രാകൃതിയിൽ ഉള്ള ഒരു പ്രത്യേകതരം ആയുധമാണ്. അങ്ങനെയുള്ള ആ ഭല്ലൈഹി സംഛിദ്യമാനാനാം ഛേദിക്കപ്പെടുന്ന ഈ യക്ഷന്മാരുടെ ചെവി, കൈ, ഇങ്ങനെ ഓരോരോ അവയവങ്ങൾ ഇങ്ങനെ മുറിക്കപ്പെട്ട് ആ ഭൂമിയിൽ വീഴുകയാണ്, ആ രണഭൂമിയിൽ വീഴുകയാണ്. അങ്ങനെ അവരുടെ ചെവി മുറിഞ്ഞു വീണപ്പോൾ ചാരുകുണ്ടലൈഹി ഭംഗിയുള്ള കുണ്ടലങ്ങളൊക്കെ താഴെ വീണു. ഒപ്പം ശിരോഭിഹി ശിരസുകളൊക്കെ താഴെ വീഴുകയാണ്. ഹേമതാലാഭൈഹി തങ്കനിറമുള്ള പനകൾ പോലെയുള്ള താലവൃക്ഷം പോലെയുള്ള അവരുടെ ഊരുക്കൾ, തുടകൾ, അത് എല്ലാം ഇങ്ങനെ വേറെ വേറെ ആയിട്ട് ആ ഭൂമിയിൽ വീഴുകയാണ്. വലയ വൽഗുഭിഹി കൈകൾ മുറിക്കപ്പെട്ടപ്പോൾ അവർ അണിഞ്ഞ വൽഗു എന്നാൽ മനോഹരമായ വലയങ്ങൾ, ആ വളകൾ അണിഞ്ഞ ദോർഭിഹി കരങ്ങളാലും ഹാരകേയൂര മുക്കുടൈഹി ഹാരം മുത്തുമാലകൾ, കേയൂരം തോൾവളകൾ, മുക്കുടം കിരീടങ്ങൾ, അതുപോലെ മഹാധനൈഹി വില കൂടിയ ഉഷ്ണീഷൈഹി തലപ്പാവുകൾ, ഇവയൊക്കെ ആ യുദ്ധഭൂമി നിറയെ അങ്ങനെ വിരിച്ചിട്ടതുപോലെ ആസ്ത്രിതാഹ നിരക്കെ വിരിക്കപ്പെട്ട താഹ രണഭുവഹ ആ പടക്കളങ്ങൾ. അപ്പോൾ അത്രയും യക്ഷന്മാരെ ധ്രുവൻ ഒറ്റയടിക്ക് കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അവരുടെ കൈവളകൾ വീഴുന്നു, കൈകൾ മുറിഞ്ഞു വീഴുന്നു, തുടകൾ വീഴുന്നു, തലകൾ വേറെ, അവർ അണിഞ്ഞ മുത്തുമാലകൾ അങ്ങനെ ചിതറിക്കിടക്കുന്നു, തലപ്പാവുകൾ ചിതറിക്കിടക്കുന്നു.
അപ്പോൾ ഇതൊക്കെ ഒരു വീരന്റെ ആ പരാക്രമത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ആ പടക്കളങ്ങൾ താഹ രണഭുവഃ വീരമനോഹരാഹ, ഇത് കാണുന്ന മറ്റുള്ള വീരന്മാർക്ക് അവരുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതായിട്ട് രേജുഹു, ശോഭിച്ചു. അപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ പോലെയുള്ള കളി അറിയുന്നവർ അത് കാണുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന രസകരമായിട്ടുള്ള അനുഭവമുണ്ട്. അതായത് നല്ല കളിക്കാർ കളിക്കുന്നത് കളി അറിയുന്നവർ കാണുമ്പോൾ അവർക്കതൊരു കവിതയാണ്, ആനന്ദദായകമാണ്. അപ്പോൾ ഇവിടെ ധ്രുവന്റെ പരാക്രമം ഏതൊരു വീരന്റെയും ഹൃദയത്തെ കുളിർപ്പിക്കുന്നതായിരുന്നു എന്ന് പറയുകയാണ്. ഭല്ലൈഃ സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ഡലൈഃ ഊരുഭിർഹേമതാലാഭൈഃ ദോർഭിർവലയവൽഗുഭിः ഹാരകേയൂരമുകുടൈരുഷ്ണീഷൈശ്ച മഹാധനൈഃ ആസ്ത്രിതാസ്താരണഭുവോ രേജുർവീരമനോഹരാഃ. 20-ാമത്തെ ശ്ലോകം. ഹതാവശിഷ്ടാഃ ഇതരേ രണാജിരാത് രക്ഷോഗണാഃ രണാജിരാത് രക്ഷോഗണാഃ ക്ഷത്രിയവര്യസായകൈഃ പ്രായഃ പ്രായോ വിവൃഗ്നാവയവാഃ വിദുദ്രുവുഃ മൃഗേന്ദ്രവിക്രീഡിതയൂഥപാഃ ഇവ. വിദുദ്രുവുർമൃഗേന്ദ്രവിക്രീഡിതയൂഥപാ ഇവ. കുറേ പേർ മരിച്ചു വീണു. അതേസമയം ഹത അവശിഷ്ടാഹ, ചാവാതെ മരിക്കാതെ ശേഷിച്ച ഇതരെ മറ്റുള്ള രക്ഷോഗണാഹ, ആ സൈനികർ ക്ഷത്രിയവരിയ സായകൈഹി, ക്ഷത്രിയവര്യനായ ക്ഷത്രിയോത്തമനായ ധ്രുവന്റെ സായകങ്ങളാൽ, അസ്ത്രങ്ങളാൽ, പ്രായഃ മിക്കവാറും, വിവൃഗ്ന അവയവാഹ മുറിഞ്ഞൊടിഞ്ഞ അംഗങ്ങളോടു കൂടിയവരായി, ഇനി തങ്ങൾക്ക് എതിരിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ അവരൊക്കെ തന്നെ മൃഗേന്ദ്ര വിക്രീഡിതം, മൃഗേന്ദ്രൻ സിംഹത്തിൻ്റെ പോരാട്ടത്താൽ ഓടിപ്പോകുന്ന, സഹിക്കാൻ പറ്റാതെ ഓടിപ്പോകുന്ന യൂഥപാഹ ഇവ, കൊമ്പനാനകൾ എന്നതുപോലെ ആ രണാജിരാത്ത് സമരാങ്കണത്തിൽ നിന്ന് വിദുദ്രുവുഹു ഓടിയകന്നു. ഒരു വേള ധ്രുവൻ തോൽക്കപ്പെടുന്നു എന്ന് തോന്നിയെങ്കിലും പക്ഷെ പിന്നീടുള്ള ധ്രുവന്റെ വീരപരാക്രമം കണ്ട് എല്ലാ യക്ഷന്മാരും പേടിച്ചു വിറച്ചു. കുറേ പേർ അവിടെ മരിച്ചു വീണു. അങ്ങനെ ബാക്കിയുള്ളവർ തങ്ങൾക്കിനി എതിരിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സിംഹപരാക്രമത്താൽ ഓടി ഒളിക്കുന്ന കൊമ്പനാനകളെപ്പോലെ അവർ ആ യുദ്ധമുഖത്ത് നിന്ന് ഓടിപ്പോയി. ഹതാവശിഷ്ടാ ഇതരേ രണാജിരാദ്രക്ഷോഗണ ക്ഷത്രിയവര്യസായകൈഃ പ്രായോ വിവൃഗ്നാവയവാ വിദുദ്രുവുർ മൃഗേന്ദ്ര വിക്രീഡിതയൂഥപാ ഇവ. 21-ാമത്തെ ശ്ലോകം. അപശ്യമാനഃ സഹ തദ ആതതായിനം മഹാമൃധേ കഞ്ചന മാനവോത്തമഃ പുരീം ദിദൃക്ഷന്നപി ന അവിശത് ദ്വിഷാം ന മായിനാം വേദ ചികീർഷിതം ജനഃ. മാനവോത്തമഃ, മനുകുലത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഉത്തമനായ സഹ, ആ ധ്രുവൻ, തഥാ ആ സമയത്ത്, മഹാമൃധേ ആ രണാങ്കണത്തിൽ, ആതതായിനം തന്നെ എതിരിടാൻ ആയുധങ്ങളുമായിട്ട് വന്നു നിന്ന കഞ്ചന ഒരാളെയും അപശ്യമാനഃ കാണാതെയായപ്പോൾ, അപ്പോൾ യുദ്ധം തീർന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. സ്വാഭാവികമായിട്ടും ഇനി നേരെ കൊട്ടാരത്തിലേക്ക് പോയി ആക്രമിക്കാവുന്നതാണ്. പക്ഷേ ധ്രുവൻ അറിയാം, ഈ യക്ഷന്മാരൊക്കെ മായാപ്രയോഗത്തിൽ വളരെ നിപുണന്മാരാണ്. അതുകൊണ്ട് ദ്വിഷാംപുരീം, തൻ്റെ ശത്രുനഗരത്തെ ദിദൃക്ഷൻ കാണുവാനായിട്ട് ആഗ്രഹിച്ചു എങ്കിൽ പോലും അവിശത് ഉള്ളിലേക്ക് കടന്നില്ല. കാരണം മായിനാം ചികീർഷിതം, ഈ മായാവികളുടെ ഉദ്ദേശം
ജനഹ ന വേദ, സാധാരണ ജനത്തിന് മനസ്സിലാവുകയില്ല. ഇത് മായാപ്രയോഗമാണോ, ശരിക്കും ഇത് ഉള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ മായാപ്രയോഗം അറിയാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. അത് ധ്രുവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ യക്ഷപുരി കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടായെങ്കിലും അങ്ങോട്ടേക്ക് കടന്നില്ല. അപശ്യമാനസ തദാ തദായിനം മഹാമൃധേ കഞ്ചന മാനവോത്തമ പുരീം ദിദൃക്ഷന്നപി നാവിശദ്വിഷാം ന മായിനാം വേദ ചികീർഷിതം ജന. 22-ാമത്തെ ശ്ലോകം. ഇതി ബ്രുവൻശ്ചിത്രരഥഃ ബ്രുവൻശ്ചിത്രരഥ സ്വസാരഥിം യത്ത പരേഷാം പ്രതിയോഗശങ്കിതഃ ശുശ്രാവ ശബ്ദം ജലധേഃ ഇവ ഈരിതം ജലധേരിവേരിതം നഭസ്വതഃ നഭസ്വതോ ദിക്ഷു രജഃ അന്വദൃശ്യത രജോ അന്വദൃശ്യത. അപ്പോൾ മായാപ്രയോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതി ഇങ്ങനെ സ്വസാരഥിം തൻ്റെ സാരഥിയോട് ബ്രുവൻ പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴേക്കും ചിത്രരഥഃ വിചിത്രമായ രഥമുള്ള ആ ധ്രുവൻ പരേഷാം ശത്രുക്കളുടെ പ്രതിയോഗശങ്കിതഃ അവർ അടങ്ങിയിരിക്കില്ല, ഏതു നിമിഷവും പ്രത്യാക്രമണം ഉണ്ടാവും എന്ന് ആശങ്കിച്ചുകൊണ്ട് അങ്ങനെ യത്തഹ ജാഗരൂകനായിട്ട് തന്നെ നിൽക്കവേ പെട്ടെന്നതാ ജലധേഃ ഈരിതം കടലിൻ്റെ ഒരു ഇരമ്പം പോലെയുള്ള ശബ്ദം ശുശ്രാവ കേട്ടു തുടങ്ങി. മാത്രമല്ല നഭസ്വതഃ കാറ്റ് വന്നിട്ട് ആ അന്തരീക്ഷം മുഴുവൻ ദിക്കുകളിലെങ്ങും രജഃ അദൃശ്യത ആകെ പൊടിപടലം കൊണ്ട് ആകാശം മങ്ങി. അന്തരീക്ഷം മുഴുവൻ അങ്ങ് പൊടിപടലം നിറഞ്ഞതായിട്ട് ധ്രുവൻ കാണുകയാണ്. അപ്പോൾ ധ്രുവന് ഒരാശങ്കയുണ്ടായിരുന്നു, ഇവരുടെ മായാപ്രയോഗം എങ്ങനെയായിരിക്കുമെന്ന്. ഇതിനെക്കുറിച്ച് പറഞ്ഞ് നാവെടുക്കുന്നതിന് മുൻപെയാണ് ഇങ്ങനെയൊരു മാറ്റം പ്രകൃതിയിൽ ഉണ്ടായത്. ഇതി ബ്രുവൻ ചിത്രരഥസ്വസാരഥിം യത്ത പരേഷാം പ്രതിയോഗശങ്കിത ശുശ്രാവ ശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷു രജോന്വദൃശ്യത. 23. ക്ഷണേന ആച്ഛാദിതം വ്യോമ ഘനാനീകേന സർവതഃ വിസ്ഫുരത് തടിതാ ദിക്ഷു ത്രാസയത് സ്തനയിത്നുനാ. വിസ്ഫുരത് തടിതാ എങ്ങും ഇടിയും മിന്നലും, ത്രാസയത് ഭയം ജനിപ്പിക്കുന്ന, സ്തനയിത്നുന ഇടിമുഴക്കത്തോടുകൂടിയ, ഘനാനീകേന മഴക്കാർ നിരകളാൽ, വ്യോമഹ ആകാശം, സർവതഃ ദിക്ഷു എല്ലാ ദിക്കുകളിലും, ക്ഷണേന ആച്ഛാദിതം പെട്ടെന്ന് ആകാശം മൂടപ്പെട്ടു. അതുവരെ തെളിഞ്ഞു നിന്ന ആകാശം പെട്ടെന്ന് പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഇടിമിന്നലും കാർമേഘവും കൊണ്ട് അന്തരീക്ഷമാകെ ഇരുൾ വ്യാപിച്ചതുപോലെയായി. ക്ഷണേനാച്ഛാദിതം വ്യോമഘനാനീകേന സർവതഃ വിസ്ഫുരത്തടിതാ ദിക്ഷു ത്രാസയസ്തനയിത്നുനാ. 24-ാമത്തെ ശ്ലോകം. വവൃഷു രുധിര ഓഘ സൃക് പൂയ വിൺമൂത്രമേതസഃ രുധിരൗഘാസൃക് പൂയ വിൺമൂത്രമേതസ നിപേതുർഗഗനാത് അസ്യ കബന്ധാനി അഗ്രതഃ അനഘ കബന്ധാന്യഗ്രതോ അനഘ. അനഘ എന്ന് വിതുരരെ വിളിക്കുന്നു. ആ ധ്രുവൻ കണ്ടത് ശരിക്കും ഒരു മായാപ്രയോഗമായിരുന്നു. കാരണം ആകാശത്ത് നിന്ന് മഴയല്ല വന്നത്, രുധിരം, ചോര, ഓഘം, ചലം, സൃക്, നീരുകളൊക്കെ ഇങ്ങനെ മനുഷ്യമാംസത്തിൽ നിന്ന് ഇറ്റുവീഴുന്നത് പോലെ. സൃക് പൂയം വിൺമൂത്രമേതസഃ മലം, മൂത്രം, കൊഴുപ്പ് ഇവയൊക്കെയാണ് ഇങ്ങനെ വവൃഷുഹു പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഗഗനാത്ത്
ആകാശത്ത് നിന്ന് അസ്യ ഈ ധ്രുവന്റെ അഗ്രത മുൻവശത്ത് തന്നെ കബന്ധാനി തലയറ്റ ഉടലുകൾ മാത്രമായിട്ട് അങ്ങനെ നിപേതുഹു വന്നു വീഴുകയാണ്. ധ്രുവനെ പേടിപ്പിച്ചോടിക്കേണ്ട ആ രീതിയിലുള്ളൊരു മായാപ്രയോഗമാണ് യക്ഷന്മാർ നടത്തുന്നത്. വവൃഷുരുധിരൗഘാസൃക്കൂയ വിൺമൂത്രമേധസ നിപേതുർഗഗനാദസ്യ കബന്ധാന്യഗ്രതോ നഖ. 25-ാമത്തെ ശ്ലോകം. തതഃ ഖേ അദൃശ്യത ഖേ അദൃശ്യത ഗിരിഃ നിപേതുഃ ഗിരിർ നിപേതു സർവതോ ദിശം ഗദാപരിഘ നിസ്ത്രിംശമുസലാഹ സാശ്മവർഷിണഃ സാശ്മവർഷിണഃ. തതഃ അതിനുശേഷം ഖേ ആകാശത്തിൽ ഒരു ഗിരിഹി വലിയൊരു പർവ്വതം അദൃശ്യത കാണപ്പെട്ടു. മാത്രമല്ല സർവതോ ദിശം എല്ലാ ദിക്കിലും ഗദ പരിഘം ഇരുമ്പുവടികൾ നിസ്ത്രിംശം വാളുകൾ മുസലം ഉലക്കകൾ ഇവയൊക്കെ ഒപ്പം ഈ മഴ പെയ്യുന്നതോടൊപ്പം അശ്മം കല്ലുകൾ എറിയുകയാണ്. ഈ ചാത്തനേറ് പോലെയൊക്കെയുള്ള കന്മാരി എന്നാണ് പറയുന്നത്. കല്ലുകൾ പതിക്കുന്നത് പോലെയുള്ള വർഷം മഴ അതൊക്കെ അങ്ങനെ നിപേതുഹു വന്ന് വീഴുകയാണ്. ധ്രുവന് ചുറ്റും ഇതൊക്കെ ഇങ്ങനെ വന്ന് വീഴുകയാണ്. തതഖേ ദൃശ്യത ഗിരിർനിപേതു സർവതോ ദിശം ഗദാപരിഘ നിസ്ത്രിംശമുസലാ സാശ്മവർഷിണ. 26-ാമത്തെ ശ്ലോകം. അഹയഃ അശനി നിശ്വാസ അഹയോ അശനി നിശ്വാസ വമന്തഃ അഗ്നിം വമന്തോ അഗ്നിം രുഷാ അക്ഷിഭിഃ രുഷാക്ഷിഭിഃ അഭ്യധാവൻ ഗജാഃ മത്താഃ സിംഹവ്യാഘ്രാഃ ച സിംഹവ്യാഘ്രാശ്ച യൂഥശഃ. അശനി നിശ്വാസാഹ ഒരു അശനിപാദം പോലെയുള്ള ഇടിവാൾ വീശും മട്ടിലുള്ള നിശ്വാസത്തോടുകൂടിയ ചീറ്റലോടുകൂടിയ അഹയഹ പെരും പാമ്പുകളൊക്കെ ഋഷ കോപത്താൽ അഗ്നിം അഗ്നിയെയാണ് അവരുടെ കണ്ണുകളിൽ കൂടെ പുറത്തേക്ക് വിടുന്നത്. അഗ്നിം അക്ഷിഭിഹി കണ്ണുകളിലൂടെ വമന്തഹ പുറത്തേക്ക് ചീറ്റിക്കൊണ്ട് അവരുടെ വായിൽ നിന്നുള്ള ചീറ്റലുണ്ട്, ഒപ്പം കണ്ണുകളിൽ നിന്ന് തീപാറുന്ന അതുപോലെയുള്ള മഹാസർപ്പങ്ങൾ അഭ്യധാവൻ ധ്രുവന്റെ നേർക്ക് ഓടി വരികയാണ്. ഒപ്പം മത്താഹ ഗജാഹ മതിച്ച ആനകളും സിംഹവ്യാഘ്രാഹ ച സിംഹങ്ങളും പുലികളും യൂഥസഹ കൂട്ടത്തോടെ ഓടി വരികയാണ്. അഹയോശനി നിശ്വാസവമന്തോഗ്നിം രുഷാക്ഷിഭിഃ അഭ്യധാവൻ ഗജാമത്ത സിംഹവ്യാഘ്രാശ്ച യൂഥശ. 27-ാമത്തെ ശ്ലോകം. സമുദ്ര ഊർമിഭിഃ ഭീമഃ ഊർമിഭിർഭീമ പ്ലാവയൻ സർവതഃ സർവതോ ഭുവം ആസസാദ മഹാഹ്രാദഃ കൽപ്പാന്ത ഇവ ഭീഷണഃ. ഊർമിഭിഃ അടിച്ചുയരുന്ന തിരമാലകളാൽ ഭീമഃ ഭയാനകവും മഹാഹ്രാദഃ ആർത്തിരമ്പുന്നതുമായ സമുദ്രഃ സമുദ്രം കൽപ്പാന്തെ പ്രളയകാലം വന്നു ഇവ എന്നതുപോലെ ഭീഷണഃ ഭീകരാകാരം പൂണ്ട് ഭുവം ഭൂമിയെ സർവതഃ എമ്പാടും പ്ലാവയൻ ജലത്തിലാഴ്ത്തിക്കൊണ്ട് ആസസാദ അരികെ വന്നണഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആ മായാപ്രയോഗമാണ്. അപ്പോൾ ധ്രുവന് തോന്നുന്നത് പ്രളയമടുത്തു, തൻ്റെ നേർക്ക് തിരമാലകൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ട് സമുദ്രം ആർത്തലച്ചു വരുന്നതായിട്ടൊക്കെയാണ് ധ്രുവൻ കാണുന്നത്. സമുദ്ര ഊർമിഭിർഭീമ പ്ലാവയൻ സർവതോ ഭുവം ആസസാദ മഹാഹ്രാദ കൽപ്പാന്ത ഇവ ഭീഷണ. 28-ാമത്തെ ശ്ലോകം. ഏവം വിധാനി അനേകാനി ഏവം വിധാന്യനേകാനി ത്രാസനാനി അമനസ്വിനാം ത്രാസനാന്യമനസ്വിനാം സസൃജുഃ തിഗ്മഗതയഃ സസൃജുസ്തിഗ്മഗതയഃ
ആസുരിയ മായയാ അസുരാഹ മായയാ അസുരാഹ തിഗ്മഗതയഃ. ഇവിടെ യക്ഷന്മാരെന്നത് ആസുരിക വൃത്തികൾ ഉള്ളവരാണെങ്കിലും ചില സമയത്തൊക്കെ നന്മ നിറഞ്ഞവരും ആണ്. പൂർണ്ണമായും രാക്ഷസന്മാരെ പോലെയല്ല. പക്ഷെ അവർ തോൽപ്പിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളിലെ ആ ആസുരികത പൂർണ്ണമായും പുറത്തേക്ക് വരും. അതാണ് ഇവിടെ കാണുന്നത്. തിഗ്മഗതയഃ, ക്രൂരവൃത്തികളായ അസുരാഹ. ഇവിടെ അസുരന്മാർ എന്നാൽ യക്ഷന്മാർ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു. ആ യക്ഷന്മാർ അവരുടെ ആസുരികമായ മായാപ്രയോഗത്താൽ അമനസ്വിനാം, സാധാരണഗതിയിൽ മനക്കരുത്തില്ലാത്തവർക്ക് പേടി ഉണ്ടാക്കുന്നതാണ്. അവർ ഒരു പക്ഷേ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകാനും മതി. അത്രയും ഭയാനകമായ ഒരു സാഹചര്യമാണ്, അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കിയത്. ഇങ്ങനെ മനക്കരുത്തില്ലാത്തവർക്ക് ത്രാസനാനി, മനക്കമ്പം മനപ്രക്ഷോഭം ഉണ്ടാക്കുന്ന ഏവം വിധാനി, ഇപ്രകാരമുള്ള അനേകാനി പല കാര്യങ്ങളും അവർ സസൃജുഹു അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മായാപ്രയോഗത്താൽ പുതുതായി ഇങ്ങനെ ഓരോന്ന് സൃഷ്ടിക്കുകയായിരുന്നു. ഏവം വിധാന്യനേകാനി ത്രാസനാന്യമനസ്വിനാം സസൃജുസ്തിഗ്മഗതയ ആസുരിയാ മായയാസുരാഃ. നേരിട്ട് യക്ഷന്മാരെ തോൽപ്പിച്ച ധ്രുവന് പക്ഷേ ഈ മായാപ്രയോഗം വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. ഇത് തിരിച്ചറിഞ്ഞിട്ട് മുനിമാർ ധ്രുവനെ ആശംസിക്കാനും അനുഗ്രഹിക്കാനുമായിട്ട്, അല്ലെങ്കിൽ ധ്രുവന് നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ അവിടെ വന്നു ചേരുകയാണ്. 29ാമത്തെ ശ്ലോകം. ധ്രുവേ പ്രയുക്താം അസുരൈഹി താം പ്രയുക്താം അസുരൈസ്താം മായാമതിദുസ്തരാം നിശാമ്യ തസ്യ മുനയഃ ശമാശംസൻ സമാഗതാഃ. ധ്രുവേ, ആ ധ്രുവനിൽ അസുരൈഹി യക്ഷന്മാരാൽ പ്രയുക്താം പ്രയോഗിക്കപ്പെട്ട അതിദുസ്തരാം, ഈ ദുസ്തരമായിട്ടുള്ള കടക്കാൻ പ്രയാസമുള്ള മായയെക്കുറിച്ച് അങ്ങനെയാണ് പറയുക. ഇതേപോലെ തന്നെയാണ് ഏതൊരു മായാപ്രയോഗവും നമുക്ക് മനസ്സിലാവുകയില്ല. ഇത് മായയാണ് എന്ന് മനസ്സിലാക്കാൻ തന്നെ പാടാണ്. അങ്ങനെ ഉള്ള ആ മായാപ്രയോഗത്തെ താം മായാം നിശാമ്യ നിരീക്ഷിച്ച് സമാഗതാഹ അവിടെ വന്നു ചേർന്ന മുനയഃ ഏതാനും മുനിമാർ തസ്യ ധ്രുവന് ശം ആശംസൻ, ശം എന്നാൽ മംഗളത്തെ ആശംസിക്കുകയാണ്. അപ്പോൾ ധ്രുവനെ ആശ്വസിപ്പിക്കാനും ഇനി എന്തു വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുമായിട്ടാണ് ഏതാനും മുനിമാർ അവിടെ വരുന്നത്. ധ്രുവേ പ്രയുക്താമസുരൈസ്താം മായാമതിദുസ്തരാം നിശാമ്യ തസ്യ മുനയഃ ശമാശംസൻ സമാഗതാഃ. 30ാമത്തെ ശ്ലോകം. ഔത്താപാദേ ഭഗവാൻസ്തവ ശാർംഗധന്വാ ദേവഃ ക്ഷിണോതു അവനത ആർത്തിഹരഃ ക്ഷിണോത്വവനതാർത്തിഹരോ വിപക്ഷാൻ യത് നാമധേയം അഭിധായ യന്നാമധേയമഭിധായ നിശമ്യ ച അദ്ധാ ലോകഃ ലോകോ അഞ്ജസാ തരതി ദുസ്തരമംഗാ മൃത്യും. ഹേ അംഗ, പ്രിയനെ എന്ന് ധ്രുവനെ വിളിക്കുന്നു. ഔത്താനപാദേ, ഉത്താനപാദന്റെ മകനായ അല്ലയോ ധ്രുവ, നീ ഇങ്ങനെ വിഷമിക്കേണ്ടതില്ല. കാരണം ഈ ലോകത്തിൻ്റെ മായയെ തന്നെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാനെ നീ മറന്നുപോയോ? അവനത ആർത്തിഹരഃ, ഭക്തജനത്തിൻ്റെ സങ്കടത്തെ തീർത്തരുളുന്നവനും ശാർംഗധന്വ, ശാർംഗചാപം ധരിച്ച ഭഗവാൻ, ആ ഭഗവാൻ ദേവഃ ശ്രീ വാസുദേവൻ തവ വിപക്ഷാൻ, അങ്ങയുടെ ശത്രുക്കളെ ക്ഷിണോതു, ക്ഷയിപ്പിക്കട്ടെ. അപ്പോൾ ഇവിടെ ധ്രുവനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് പ്രതിസന്ധിയിലും ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന് ധ്രുവൻ ഒന്ന് മറന്നുപോയി. തൻ്റെ ആ വീരശൂര പരാക്രമത്തിൽ ഒന്ന്
മനസ്സ് അഹങ്കരിച്ചിട്ടുണ്ടാവണം. പെട്ടെന്നാണ് ഈ മായാപ്രയോഗം വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിൽ എത്തിയത്. അപ്പോഴാണ് മുനിമാർ വന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ഏത് പ്രതിസന്ധിയിലും ഭഗവാൻ തന്നെയാണ് ആശ്രയം. ലോകഹ, ഈ ലോകത്തെ ജനങ്ങൾ, യത് നാമധേയം, യാതൊരു തിരുനാമത്തെ അഭിധായ, ഉച്ചരിച്ചും, നിശമ്യ, ശ്രവിച്ചും, ദുസ്തരം മൃത്യും, ഈ കടക്കുവാൻ പ്രയാസമേറിയ, ഇവിടെ മൃത്യു എന്നതുകൊണ്ട് സംസാരത്തെയാണ് പറയുന്നത്. ഈ ലോകമാണ് ശരിക്കും മൃത്യു. ഇവിടെ നിന്നുള്ള മോചനം മുക്തി, അമരത്വം. അങ്ങനെയുള്ള ഈ സംസാരത്തെ അഞ്ജസ, അനായാസേന അദ്ധാ, ശരിക്കും തരതി, കടക്കുന്നു. ഭഗവാന്റെ നിരന്തരമായ നാമോച്ചാരണത്തിലൂടെയും ശ്രവണത്തിലൂടെ പോലും യഥാർത്ഥ ഭക്തന് ഈ സംസാരത്തെ മറികടക്കാൻ സാധിക്കുമെങ്കിൽ ഭഗവത് ദർശനം ലഭിച്ച ഹേ ധ്രുവ, നീ മറന്നുപോയോ ഭഗവാനെ? ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കൂ എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ മുനിമാർ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള മുനിമാരുടെ ഈ വാക്കുകളോടുകൂടെയാണ് ചെറിയൊരു അധ്യായമായിരുന്നു ഈ ദശമോധ്യായം. അങ്ങനെ ചതുർത്ഥ സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഔത്താപാദേ ഭഗവാൻ സ്തവശാർഗധന്വാ ദേവക്ഷിണോ ദ്വവനദാർത്തിഹരോ വിപക്ഷാൻ യന്നാമധേയമഭിധായ നിശമ്യ ചാധ ലോകോഞ്ജസാ തരതി ദുസ്തരമംഗാ മൃത്യും. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.